ഒരുപക്ഷെ വെടിക്കെട്ടിൻ്റെ പാറ്റേൺ തന്നെ മാറ്റാൻ സാധിക്കുമായിരിക്കും. അതിനെക്കുറിച്ചെല്ലാം ചിന്തിച്ച് ശുപാർശ ചെയ്യും. വെടിക്കെട്ട് നിരോധിക്കാൻ പറയാൻ ഈ കമ്മീഷൻ ശരിയാവും തോന്നുന്നില്ല. അല്ല, കമ്മീഷനായിട്ട് വച്ചത് മാത്രമേ ഞാൻ അറിഞ്ഞിട്ടുള്ളൂ. ഒരു കമ്മീഷൻ്റെ ജുഡീഷ്യൽ കമ്മീഷൻ്റെ പ്രവർത്തനം പ്രധാനമായിട്ടും ടേംസ് ഓഫ് റെഫറൻസ്, എന്തിനെക്കുറിച്ചെല്ലാം അന്വേഷണം നടത്തണം, എന്തെല്ലാമാണ് ഉദ്ദേശിക്കുന്ന ഗവൺമെൻറ് എന്നതിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ടേംസ് ഓഫ് റെഫറൻസും കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ എനിക്ക് ഡീറ്റെയിൽഡ് എൻക്വയറി നടത്താൻ ഒക്കുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ സർക്കാർ ഉദ്ദേശിക്കുന്ന മുഖ്യമായിട്ടും ഇനിയൊരു ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ എന്തെല്ലാം നടപടികൾ എടുക്കണം. ഇപ്പം കേരളത്തിൽ പുറ്റിങ്കൽ അപകടം, വലിയ അപകടം ഉണ്ടായ ജുഡീഷ്യൽ എൻക്വയറി നടത്തി റിപ്പോർട്ട് കൊടുത്തു. അപ്പോൾ ഇതിനു മുമ്പും പല എൻക്വയറികളും നടത്തിയിട്ടുണ്ടായിരിക്കും. ചുരുക്കമാണെങ്കിലും ഇതുപോലത്തെ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ അപകടത്തിൻ്റെ വ്യാപ്തി വളരെ കൂടുതലാണ്. ധാരാളം പേരും മരിച്ചു. ഇതൊന്നും ഇനി ഒരിക്കലും ഉണ്ടാകരുത് നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു ദുരന്തം. അതാണ് ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം. അതിനുവേണ്ടി കമ്മീഷൻ എന്തെല്ലാം രീതിയിൽ പഠനം നടത്തണം, എന്തൊക്കെ വിദഗ്ധരുടെ അഭിപ്രായം എടുക്കണം, എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ച് പഠിക്കണം, അതിനെക്കുറിച്ചൊക്കെ നോക്കി വെച്ച് ഇനി ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കാൻ എന്തെല്ലാം ശ്രദ്ധ എടുക്കണം എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും റിപ്പോർട്ട് കൊടുക്കണേ. അങ്ങനെയുള്ള ശുപാർശകൾ കൊടുക്കും. ഒരു കാരണവശാലും ഒരു ഉത്സവത്തിനെ വർണ്ണാഭമാക്കുന്ന വെടിക്കെട്ടാണ്. ലോകത്തിലെമ്പാടുമുള്ളതാണ് വെടിക്കെട്ട്. അപ്പോൾ ചൈനീസ് പടക്കങ്ങളൊക്കെ പുതിയ ഇതിനകത്തൊന്നും ഇത്ര വലിയ ഒരു ലൈറ്റിനാണ് കൂടുതൽ ഷോ. അല്ലാണ്ട് വെടിമരുന്നിൻ്റെ കൂട്ടി ശബ്ദത്തിൻ്റെ ആഘാതം കൂട്ടുകയല്ല ചെയ്യുന്നത്. അപ്പോൾ അപകടത്തിൻ്റെ വ്യാപ്തി കൂടാൻ കാരണം വെടിമരുന്നിൻ്റെ ഉപയോഗം കൂടുതലാണ്. ഒരുപക്ഷെ വെടിക്കെട്ടിൻ്റെ പാറ്റേൺ തന്നെ മാറ്റാൻ സാധിക്കുമായിരിക്കും. അതിനെക്കുറിച്ചെല്ലാം ചിന്തിച്ച് ശുപാർശ ചെയ്യും. വെടിക്കെട്ട് നിരോധിക്കാൻ പറയാൻ ഈ കമ്മീഷൻ ശരിയാവും തോന്നുന്നില്ല. കരുതിയാൽ അത് ജനങ്ങളുടെ വലിയൊരു പ്രതികരണം ഉണ്ടാക്കും. ജനങ്ങൾക്ക് ഇപ്പം തൃശ്ശൂർ പൂരത്തിന് തന്നെ കൂടുതൽ ആളിൽ വെടിക്കെട്ട് കാണാൻ രാവിലെ വെളുപ്പിന് 4 മണിക്കും 3 മണിക്കും ഒക്കെ അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ വെടിക്കെട്ട് കാണാൻ എറണാകുളത്ത് പോയിട്ടുണ്ട്. അതുകൊണ്ട് വെടിക്കെട്ട് വലിയൊരു ഉത്സവത്തിൻ്റെ വലിയൊരു വർണ്ണാഭമായ ഭാഗമാണ്. അത് വളരെ ജനങ്ങളെ ആകർഷിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത് തടയാന്നുള്ളത്, അത് നിർത്തുക എന്നുള്ളത് ശരിയായ ഒരു നടപടിയായിരിക്കില്ല. അതുകൊണ്ടായിരിക്കില്ല ഗവൺമെൻറ് അപകടങ്ങൾ ഉണ്ടാകാതെ എങ്ങനെ വെടിക്കെട്ട് നടത്താൻ അനുവദിക്കാം എന്നുള്ളതായിരിക്കും ഗവൺമെൻറ് ചിന്ത. അപ്പോൾ ഇതിനെക്കുറിച്ച് ടേംസ് ഓഫ് റെഫറൻസ് നോക്കി ഡീറ്റെയിൽഡായിട്ട് പഠിച്ച് റിപ്പോർട്ട് കൊടുക്കും.